പാർലമെന്റിൽ ചർച്ച ചെയ്യാന്നും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ട് मुंगिയ മോദി ഇതുവരെ പൊങ്ങിയിട്ടില്ല. फ्रेंड्स, विद्यार्थियों के भविष्य के लिए भारत सरकार लगातार अनेकविध कदम उठा रही है. जिन लोगों ने विद्यार्थियों के भविष्य के साथ खिलवाड़ किया वे जेलों में सड़ रहे हैं. हमने फास्ट ट्रैक कोर्ट बना चुके हैं. हम कल पार्लियामेंट के अंदर भी कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं. എൻ്റെ അമ്മ എന്തൊരു അവസ്ഥയിടല്ലേ. അതായത് ഇൻസ്റ്റാഗ്രാമാണ് ട്രെൻഡിങ് എന്ന് BJP RSS സംഘപരിവാർ മനസ്സിലാക്കാൻ കുറച്ച് സമയം വൈകിപ്പോയി. അത് വൈകിയപ്പോഴേക്കും കുട്ടികളാണെങ്കിൽ പുറത്ത് എന്താ പറയുക ഇവരുടെ നെഞ്ചത്തിറങ്ങി സമരവും ചെയ്ത്. ഇനിയിപ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടേ പറ്റൂ എന്നുകൊണ്ട് നട്ടപ്പാതിരക്കാണെങ്കിലും വേണ്ടില്ല വന്ന് ജിയുടെ ആദ്യത്തെ പോസ്റ്റ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ജിയുടെ രണ്ടാമത്തെ പോസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ജി പറഞ്ഞതനുസരിച്ച് RSS പറഞ്ഞതനുസരിച്ചിട്ട് നമ്മുടെ പ്രധാൻ അങ്ങോട്ട് രാജ്യം വെച്ച് തന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും വിചാരിച്ചു ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ചയിൽ ജിയും നമ്മുടെ അമിത് ജിയും ഒക്കെ ജിമാർ വന്നിട്ട് മൊത്തം നമ്മൾ വലിയൊരു ചർച്ച ചെയ്തിട്ടൊരു പുതിയ ബില്ല് അങ്ങ് പാസ്സാക്കാൻ പോകല്ലേ എന്ന് വിചാരിച്ച് നിൽക്കുമ്പം ജീനെ ആ ഒരു വഴിയിലോട്ട് കണ്ടിട്ടില്ല, അമിത് ജീനെയും ആ വഴിയിലോട്ട് കണ്ടിട്ടില്ല. ഈ രണ്ട് ജിമാരും എവിടെ ഒന്നും മറഞ്ഞിരിക്കുന്നുണ്ട്. അതായത് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് ചോദ്യങ്ങൾ പലതും വരും എന്നുള്ളത് കൊണ്ടും ഇതിനൊന്നും തിരിച്ച് ഉത്തരം പറയാൻ പറ്റാത്ത ബബ്ബ അടിക്കും എന്നുള്ളത് കൊണ്ടും ജിമാരാരും ഇന്ന് ഈ ചർച്ചയ്ക്ക് വന്നിട്ട് പോലുമില്ല. അതായത് രാജ്യത്തെ CJP എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ അതിലെ ജെൻസി പിള്ളേരോട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് സംവദിച്ചു പോയിട്ടുള്ള മോദിയുടെ പൊടി പോലും കാണാനില്ല എന്നാണ് സത്യം. ഇത്രയും വലിയൊരു ബില്ലാണ് പിള്ളേർ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ഭദ്രമാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ എക്സാം ലീക്കും അതിനൊക്കെ തടുത്തു നിർത്താനുള്ള ബില്ല് സംസാരിക്കാനും പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ 10 കോടി വരെ ഫൈൻ കിട്ടുന്ന ബില്ല് സംസാരിക്കാനും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മുടെ പാർലമെന്റിൽ ഇന്നില്ല. എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇല്ല? പോട്ടെ, ഇനി പ്രധാനമന്ത്രിയുടെ 2ാം സ്ഥാനത്തിരിക്കുന്ന അമിട്ടും ഇന്ന് ഈ പറഞ്ഞ പാർലമെന്റിലില്ല. അമിട്ടും പ്രധാനമന്ത്രിയും എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചതിന് സഭയിൽ ബഹളം വെച്ച് ചാടിക്കളിക്കുന്ന ഒരു കൂട്ടം വെട്ടാവളിയന്മാരെയാണ് നമ്മളിന്ന് കണ്ടത്. സത്യം, പ്രതിപക്ഷം ഈ ചോദ്യം ചോദിച്ചതിന് ഭരണപക്ഷത്തിരിക്കുന്ന സകല ഊളകളും ചാടിക്കളിച്ചുകൊണ്ടിരിക്കുക. അതിന് ഇവരൊന്നും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ കൊടുത്ത വാക്കാണ്, അല്ലെങ്കിൽ ഇവർ കൊടുപ്പിച്ച വാക്കാണ്, അല്ലെങ്കിൽ ഇവരായിട്ട് ഒരാളെ പുറത്ത് നിർത്തിയിട്ട് മറ്റൊരാളെ അതേ സ്ഥാനത്തോട്ട് ഒരു RSSകാരൻ പോയാലും 2ാമത്തെ RSSകാരൻ വരൂലേ, കക്കൂസ് ടാങ്ക് എന്ന് തീട്ടം മാത്രമല്ലേ നമ്മൾ പ്രതീക്ഷിക്കാവൂ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വീണ്ടും ഈ പറഞ്ഞ ഇത് തന്നെയുള്ള വായിൽ വരുന്നത്. ഓക്കെ, ഞങ്ങൾ വീണ്ടും ഈ കക്കൂസിൽ അമേദ്യം നിങ്ങൾക്ക് ഇട്ട് തരും, വേണമെങ്കിൽ സഹിച്ചോളൂ എന്നുള്ള ഒരു ധാർഷ്ട്യമായിരുന്നു ഇന്നത്തെ ഈ ഒരു സെഷനിൽ, ഇന്ന് കംപ്ലീറ്റ് പാർലമെന്റ് സെഷനിലും. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി ചോദ്യം ചോദിച്ച സമയത്തും വേണുഗോപാലി ചോദ്യങ്ങൾ ചോദിച്ച സമയത്തും ഇതേ ആൻസർ തന്നെയായിരുന്നു നമ്മുടെ ഭരണപക്ഷത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. വെറുതെ ആളുകളെ കയ്യിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജൻസിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടും ആ പ്രക്ഷോഭം അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ പ്രധാൻ മാത്രമല്ല, പ്രധാൻ്റെ മേലത്തിരിക്കുന്ന കുട്ടികൾ അടിച്ച അമിട്ടിൻ്റെ മേലെ ഇരിക്കുന്ന സകല ആളുകളെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വഗുരു എന്ന് സ്വയം ചമഞ്ഞിരിക്കുന്ന മോദിക്ക് വരെ പിള്ളേർ ഇറങ്ങിപ്പോ റിസൈൻ ചെയ്തു പോ എന്ന് പറയുമെന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ട് താൽക്കാലികമായിട്ട് തീർക്കാൻ വേണ്ടി കാണിച്ച വെറും ഒരു ഗിമിക്ക് മാത്രമാണ് ഈ ഒരു രാജ്യം, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ബില്ലും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും നല്ലൊരു ബില്ല് കൊണ്ടുവരുന്നില്ല, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ ഒരു ബില്ല് ആദ്യമായിട്ട് കൊണ്ടുവന്നൊരു സംഭവമൊന്നുമില്ല. ഈ ഒരു നീറ്റ് പരീക്ഷാ ചോർച്ച 2021 ചോർന്ന അന്നു മുതൽ രാഹുൽ ഗാന്ധി പാർലമെന്റിലും മറ്റു പല സ്ഥലങ്ങളിലും പ്രൊട്ടസ്റ്റുകളായിട്ടും പലതരത്തിലുള്ള മീറ്റിങ്ങുകളും നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധിന് അന്ന് പറഞ്ഞത് വെറും അയാൾക്ക് വട്ടാണ് അല്ലെങ്കിൽ അയാൾ ഭ്രാന്തനാന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് 2024 വീണ്ടും നീറ്റ് എക്സാം ചോർന്ന സമയത്ത് വീണ്ടും രാഹുൽ ഗാന്ധി ഈ ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിച്ചു പാർലമെന്റിൽ വന്ന സമയത്ത് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾ പാർലമെന്റ് റെക്കോർഡിൽ നിന്ന് മായ്ച്ചു കളയാനായിരുന്നു അന്നത്തെ സ്പീക്കർ അല്ലെങ്കിൽ അന്നത്തെ ഭരണപക്ഷം പറഞ്ഞത്. അതാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ 2024 നീറ്റ് എക്സാം ചോർന്ന വഴിക്ക് ഞങ്ങളിതൊരു പുതിയൊരു സമിതി ഇപ്പം ഇതേപോലെ ഇപ്പം എന്താണോ 2026 പിള്ളേരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറഞ്ഞത് അതുപോലെ തന്നെ ഒരു അന്വേഷണ സമിതിനെ ഞങ്ങൾ അങ്ങ് രൂപീകരിച്ചു. എന്നിട്ട് ആ സമിതിയിൽ നമ്മുടെ ISROയുടെ മുൻ ചെയർമാൻ ഉണ്ടായിരുന്നു K രാധാകൃഷ്ണൻ, പുള്ളിനെ വെച്ചിട്ടൊരു സമിതിനെ ഉണ്ടാക്കിയിട്ട് ആ സമിതി നിർദ്ദേശിച്ചിട്ട് പല കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും നടന്നോ? അത് നിങ്ങൾ ആരെയും കേട്ടിരുന്നോ? അങ്ങനെ ഒരു സമിതി ഉണ്ടായിരുന്നു. ആ സമിതി മുന്നോട്ട് വെച്ച പല കാര്യങ്ങളുണ്ടായിരുന്നു. എക്സാമിൻ്റെ ചോദ്യ പേപ്പറുകൾ സെൻറ്ററുകളിൽ വന്ന് അടിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു അന്ന് അതിലുണ്ടായിരുന്നത്. അത് പിന്നെ ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ട് പോലുമില്ല. അത് കഴിഞ്ഞിട്ടാണ് 2 വർഷം കഴിഞ്ഞപ്പം അടുത്ത നീറ്റ് എക്സാമിൻ്റെ ചോദ്യ പേപ്പറിൻ്റെ ചോർച്ച നമ്മൾ അറിയുന്നത്. ഈ 2025 ചോർന്നോ എന്ന് പോലും നമുക്കറിയില്ല.
സത്യം നിങ്ങൾ ആലോചിച്ചു, 2021 ആദ്യമായി ചോറ് നമ്മൾ പറയുന്നു. അതിൻ്റെ മുമ്പ് 2019, 20, 22, 23, 25 ഒക്കെ ഇത് ചോർന്നിട്ടുണ്ടോ? ഇത് ചോർത്തിയെടുത്തിട്ട് ഈ പറഞ്ഞ യുവമോർച്ചക്കാരും BJP-ക്കാരും RSS-കാരും സംഘപരിവാറിന്റെ ബോധവും വിവരവും ഇല്ലാത്ത മക്കളാണോ നമ്മുടെ രാജ്യത്ത് പഠിച്ചു വന്ന് ഇനിയും ഡോക്ടറാവും പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. ഇത് പുറത്ത് വന്നതുകൊണ്ട് വന്നു, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ. അങ്ങനെ മുട്ടിയിട്ടാണ് അവസാനം ജൻസി പുറത്തോട്ടങ്ങ് ഇറങ്ങിയത്. ജൻസി പുറത്തിറങ്ങിയപ്പോഴാണ് BJP-ക്കും RSS-നും ഒരു കാര്യം മനസ്സിലായത്, ഞങ്ങൾ മിസ്സായി പോയിട്ടുള്ള ഒരു ജനവിഭാഗം ഈ ലോകത്തുണ്ട്. അതായത് ഇത്രയും കാലം BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മധ്യവർഗത്തിൻ്റെ ഇടയിലാണ് BJP-ക്ക് ഏറ്റവും കൂടുതൽ പേരും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി, ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ ജീവിക്കുന്നവന്മാരുള്ളത്. അതുകൊണ്ട് ഈ മധ്യവർഗത്തിൻ്റെ ഇടയിൽ പിടിച്ചു നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ BJP ട്രൈ ചെയ്തിട്ടുള്ളതും. അതല്ലാണ്ട് ബുദ്ധിയും വിവരമുള്ള ആളുകളൊന്നും BJP-യുടെ ഭാഗമായിട്ടില്ല. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഈ മധ്യവർഗത്തിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് BJP ഇത്തരത്തിലുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റീസും ഈ പറഞ്ഞ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റീസും വാട്സപ്പ് ഫോർവേഡ്സും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കൂട്ടത്തിൽ അവർ മിസ്സായി പോയത് അവരുടെ വളർന്നു വരുന്ന മക്കൾ, അതായത് ജെൻസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മക്കൾ അവർ മിസ്സായിപ്പോയി. അത് പൂർണ്ണതയിൽ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ അത് എത്രത്തോളം ഭയാനകമാണെന്ന് ഈ CJP-യുടെ ഒരൊറ്റ പ്രൊട്ടസ്റ്റോട് കൂടി മനസ്സിലായി. അതുകൊണ്ടാണ് ഓരോ പോസ്റ്റിന് ഓരോ റീലിന് 20,000 40,000 കൊടുത്തിട്ട് ഈ സംഘ തീവ്രവാദികളായിട്ടുള്ള സംഘി സൈബർ ഓളികളെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ ഇവന്മാരാക്കിയത്. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് തൽക്കാലം നമ്മുടെ പ്രധാൻ രാജിവെക്കട്ടെ, പകരം പ്രഹ്ലാദം വരട്ടെ എന്ന് വെച്ചത്. അങ്ങനെ വന്ന ആളാണ് പ്രഹ്ലാദ് ജോഷി. ഈ പ്രഹ്ലാദ് ജോഷിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ നമ്മുടെ കണ്ണ് തള്ളുന്ന രീതിയിൽ ഛേത്തു എന്ന് പറഞ്ഞ പോലെയുള്ള പല പ്രസ്താവനകളും പലതരത്തിലുള്ള അനുകരണങ്ങളും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതായിരുന്നു ഇന്ന് നമ്മുടെ പ്രിയങ്ക ഗാന്ധി വ്യക്തമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചതിന് അവിടെ കിടന്ന് ചാടിക്കളിക്കുന്ന പ്രഹ്ലാദനെ നമ്മളിന്ന് കണ്ടു. ചോദ്യം ഇതായിരുന്നു, കേൾക്കും. प्रधानमंत्री महोदय जी ने नया शिक्षा मंत्री चुना, एक ऐसे व्यक्ति को इस पद पर आसीन किया जिसने एक गर्भवती महिला के बलात्कारियों की रिहाई पर अपनी सहमति व्यक्त की, खुशी जताई, उनको पहले ऑथेंटिकेट करने का. മനസ്സിലായി നിങ്ങൾക്ക് എന്താണ് ചോദ്യം എന്നുള്ളത്? ചോദ്യം സിമ്പിളാണ്. അതായത് ധർമ്മേന്ദ്ര പ്രധാനെ നിങ്ങളങ്ങ് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ആൾ പ്രഹ്ലാദ് ജോഷിയാണ്. പ്രഹ്ലാദ് ജോഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഗുജറാത്ത് കലാപത്തിന് ബിൽക്കിസ് ബാനുവിനെയും തൻ്റെ 3 മകളായ മകളുടെ മുമ്പിലിട്ട് റേപ്പ് ചെയ്ത് കൊന്ന്, അല്ലെങ്കിൽ ബിൽക്കിസ് ബാനുവിനെ ബാക്കി നിർത്തി ആ ഒരു കേസിലെ അന്നത്തെ ആ കൂട്ട റേപ്പിസ്റ്റുകളെ വെറുതെ വിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് ആ റേപ്പിസ്റ്റുകൾക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരാളാണ് പ്രഹ്ലാദ് ജോഷി എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വ്യക്തമായിട്ട് അന്നത്തെ മാധ്യമങ്ങളിലും പേപ്പറുകളിലും ഒക്കെ വന്നതുമാണ്. അപ്പം പ്രിയങ്ക ചോദിച്ച ചോദ്യം, ഇത്തരത്തിലുള്ള ഒരാളെയാണോ നിങ്ങൾ, അതായത് ഒരുത്തനെ മാറ്റിയിട്ട്, അതായത് ഒരു സെപ്റ്റിക് ടാങ്കിലെ ഒരു ഗ്രൂപ്പ് ഓഫ് അമേദ്യം മാറ്റി നിർത്തിയിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് അമേദ്യത്തിലോട്ട് തന്നെയല്ലേ ഇതിട്ട് കൊടുത്തത് എന്നുള്ള ചോദ്യത്തിന് അങ്ങ് ഹാലിളകി ചാടി വീഴുന്ന പ്രഹ്ലാദിനെയും കൂട്ടക്കാരെയും നമ്മൾ ഇന്ന് പാർലമെന്റിൽ കണ്ടു. പ്രഹ്ലാദും കൂട്ടക്കാരും ചോദിച്ചത്, നിങ്ങൾ അതിനുള്ള തെളിവ് ഇപ്പം നിരത്തണം, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്, നിങ്ങളോട് ആര് പറഞ്ഞു? जो प्रहलाद जोशी जी ने बिल्किस बानो के बलात्कारियों की रिहाई पर जो बयान दिए, उसका प्रमाण मैं आपको दे दूंगी. प्रियंका जी को ऑथेंटिक करना चाहिए, ऑथेंटिकेट करना चाहिए. और जो मिस इन्फॉर्मेशन कर रहे हैं, नहीं तो मिस इन्फॉर्मेशन के लिए कार्रवाई करना चाहिए सर. ये क्या कुछ भी बोल के चल सकते हैं क्या? और प्रोसीजर फॉर द मिनिस्टर द करेक्टिंग द मिस्टेक 114 में अगर वो आपने जो रूल का जिक्र किया 353 में, मुझे कोई नोटिस नहीं दिया है, मैं इधर प्रेजेंट हूँ, और मैंने ऐसे कैसे बिना ऑथेंटिकेशन बोल सकते, मुझे बिना नोटिस दिए हुए. इसलिए मैं इसको खंडन करता हूँ और उसको एक्सपेल करना चाहिए और उनको माफी मांगना चाहिए. അന്നത്തെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം. അതായത് ഒരു ഓഗസ്റ്റ് 15 ഈ പറഞ്ഞ ആളുകളെ വിടണം, അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസ് വേണ്ട എന്നും പറഞ്ഞ് ഇവർക്ക് പരോള് കൊടുക്കണം, അല്ലെങ്കിൽ ഇവർക്ക് ജാമ്യം കൊടുക്കണം എന്നും പറഞ്ഞ് ഇവരെ ഇറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള BJP നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ BJP നേതാക്കൾക്കും BJP MLA-ക്കും അല്ലെങ്കിൽ ആ BJP-യുടെ മൊത്തം ഗ്രൂപ്പിനും സപ്പോർട്ട് കൊടുത്ത് അവരെ സ്വാഗതം ചെയ്തിട്ടുള്ള ആളാണ് പ്രഹ്ലാദ് ജോഷി എന്ന് അന്നത്തെ പത്രമാധ്യമങ്ങളിൽ വ്യക്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആധികാരികത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ആർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ബിൽക്കിസ് ബാനു കേസും അതുപോലെ തന്നെ പ്രഹ്ലാദ് ജോഷിയും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അന്നത്തെ പത്രമാധ്യമങ്ങളുടെ നോട്ട്സ് വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരും. ഈ ചോദ്യം ചോദിച്ചതിന് ഇന്ന് സഭയിൽ കിടന്ന് ചാടിക്കളിക്കുക എന്നല്ലാണ്ട് വേറെ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാനോ അതിനെ തടുത്തു നിർത്തുന്ന സംസാരിക്കാനോ ഈ പറഞ്ഞ ഒരു ചാണകങ്ങൾക്കും ഇന്ന് പറ്റിയിട്ടില്ല. അതുതന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തിറങ്ങി വന്നപ്പോഴും രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് പറഞ്ഞത്, മക്കളെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു
സാധനത്തിനെ മാറ്റി മറ്റൊരു ഐറ്റത്തിനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു എന്നല്ലാണ്ട് ഒരു സിസ്റ്റത്തിലും ഇവിടെ ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല, ഒരു കാര്യത്തിലും ഇവിടെ ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ഇന്ന് വ്യക്തമായിട്ട് ഇത് വീണ്ടും പാർലമെന്റിന്റെ പുറത്ത് പറയണ്ടായി. Something to think about that the education minister of India, who after all these young people were protesting about the education system, And so many girls, and so many girls are protesting, they've been beaten, they've been thrashed. The BJP puts a man who is a defender of rapists. That's the most filthy type of man. There can be no filthier man than somebody who says that rapists need protection. That is the education minister of India today. It's strange. It's a strange reaction from the Prime Minister that there are so many people in his cabinet. He could have chosen any one of them, but he chooses a person who protects rapists. It's quite amazing. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് എന്താണെന്നുള്ളത്. സത്യത്തിൽ ഇതാണ് നടന്നത്. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത് പ്രക്ഷോഭം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് വേരിൻ്റെ അടിവേര് വരെ ഇളകും എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് തൽക്കാലം ആ ഒരു പ്രക്ഷോഭത്തിനെ തണുപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഗിമിക്ക് പരിപാടി മാത്രമാണ് ഇത്. പക്ഷേ അതുവരെ ചെയ്യിപ്പിക്കാൻ ഈ ജെൻസിനെ കൊണ്ട് പറ്റി. ജെൻസി ഇതേപോലെ തുടർന്ന് കഴിഞ്ഞാൽ ഇവന്മാരെ മൂടോടെ പിഴുതെറിയാനും ഈ ജെൻസിയുടെ കൂട്ടത്തിലോട്ട് മറ്റ് പാർട്ടികളും അല്ലെങ്കിൽ ഇവർ ഈ കാണിച്ചിരുന്ന കൊള്ളത്തരങ്ങളും ചെറ്റത്തരങ്ങൾക്കും എതിരെ നിൽക്കുന്ന ഏതൊരാൾ ഒരുമിച്ചിറങ്ങി കഴിഞ്ഞാൽ ഇവന്മാരെ പിഴുതെറിയാൻ പറ്റും എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നു ഈ ഒരു സമരം, ഈ ഒരു പ്രൊട്ടസ്റ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇത്രയും 2 റീലിട്ട് മുങ്ങിയ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇപ്പം പ്രത്യക്ഷത്തിൽ അങ്ങ് പാർലമെന്റിൽ വന്നില്ല, എന്തുകൊണ്ട് അമിട്ട് പാർലമെന്റിൽ വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ഈ ഒരു സമരം ശമിപ്പിക്കാൻ വേണ്ടി മാത്രം കാണിച്ചിട്ടുള്ള ഒരു ചെപ്പടി വിദ്യ മാത്രമായിരുന്നു ഈ ചായക്കാരൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കണ്ടത്. അതല്ലാണ്ട് വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല, ഒന്നും അവിടെ നടക്കാനും പോകുന്നില്ല. ഏതൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാലും, ഏത് ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാലും, ഏതൊരു സമിതിനെ രൂപീകരിച്ചാലും അങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്താൽ പോലും അതിൽ നിന്ന് ഊരിപ്പോരാനുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പം നമ്മുടെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 2024 ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സമിതി ഉണ്ടാക്കിയിരുന്നു. അവർ പറഞ്ഞ ഒരു കാര്യവും പിന്നെ അത് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഇനി അന്ന് അറസ്റ്റ് ചെയ്തതെന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ അന്നത്തെ ഈ പേപ്പർ ലീക്ക് മാഫിയയുടെ അന്നത്തെ സഞ്ജീവ് ത്യാഗിയോ ഞങ്ങളുടെ പേര് സഞ്ജീവ് മുഖ്യ എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തത്. CBI കേസ് ഇട്ടു, കൂടെ 10-45 മറ്റു പേരെ അറസ്റ്റ് ചെയ്തു. ഇനി മുതൽ പേപ്പറിലേക്ക് നടക്കില്ല എന്നും പറഞ്ഞിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ചില അറസ്റ്റുകൾ നടന്നിരുന്നു. ആ കേസ് ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. ഈ പറഞ്ഞ ആൾക്കെതിരെ കേസില്ല, ഈ പറഞ്ഞ സഞ്ജീവനെതിരെ കേസില്ല എന്നും പറഞ്ഞിട്ട് അന്നത്തെ ഈ പറഞ്ഞ സമിതി അല്ലെങ്കിൽ അന്നത്തെ CBI അയാളുടെ വെറുതെ വിടുകയും ചെയ്തു. അപ്പം ഇതുപോലെ പല സമിതികൾ ഉണ്ടാക്കും, പല കേസുകൾ വരും, അതെല്ലാം നമ്മളെ കാണിക്കാൻ വേണ്ടി അറസ്റ്റുകൾ നമ്മളെ കാണിക്കും, വീണ്ടും അയാൾ 6 മാസം കൊണ്ട് പുറത്തോട്ട് വിടുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ഈ പറഞ്ഞ CJP എന്നല്ല, ഈ പറഞ്ഞ ഒരു സംഘികളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സംഘപരിവാരത്തിനും ഉറക്കം കെട്ട അവസ്ഥ തന്നെ ഉണ്ടാകുന്നത്. കാരണം ഈ രാജ്യത്ത് എന്ത് നടന്നു കഴിഞ്ഞാലും വെളിയിലോട്ട് റോട്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ജെൻ ആൽഫകളും മില്ലേനിയൻസിൻ്റെ ഒരു വലിയ വിഭാഗവും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പോകുന്നത്. അതായത് സംഘത്തിൻ്റെ പിടുങ്ങ് വിറച്ച് തുടങ്ങി എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.